അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാഷാഅല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇരുലോക ആഫിയത്ത് നമുക്കും വേണ്ടപ്പെട്ടവർക്കും അൻവാർ എഫ്എച്ചിൻ്റെ കുടുംബം കമൻറ്റിൽ സന്തോഷം പറഞ്ഞു പോകുന്നവർ, ലൈക്ക് ചെയ്ത് കൂടെ നിൽക്കുന്നവർ, നമ്മുടെ ക്ലാസ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നവർ, എല്ലാവർക്കും അള്ളാഹു ഭാഗ്യം നൽകട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു മാറ്റി തരട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനാത്തുകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവർ, നമ്മുടെ അൻവാർ എഫ്എച്ചിൻ്റെ ക്ലാസ് നിരന്തരമായി കേൾക്കുന്ന ചില സഹോദരിമാർ നിരന്തരം റിപ്പീറ്റ് ചെയ്ത് ആവർത്തി ചോദിച്ച ചില ചോദ്യങ്ങൾ, ചില സംശയങ്ങൾ, പലപ്പോഴും അത് വിശ്വാസമാണോ ഉസ്താദേ അതോ അന്ധവിശ്വാസമാണോ? പലരും അങ്ങനെ പറയുന്നത് കേൾക്കുന്നു. പ്രത്യേകിച്ച് കാരണവന്മാരൊക്കെ സാധാരണ പറയാറുണ്ട്. അതിൽ ഇസ്ലാമികമായി എവിഡൻസ് ഉണ്ടോ, വാസ്തവമുണ്ടോ എന്ന് പലരും ചോദിച്ച ഒരു ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് രാത്രിയിൽ കണ്ണാടി നോക്കുന്നത് കൊണ്ട് വിരോധമുണ്ടോ? ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. കുറേ പേര് അത് വിരോധമൊന്നുമില്ല, അതൊക്കെ അടിസ്ഥാനരഹിതമായി പറയുന്നതാണ്, അതിനെ പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുന്നു. അങ്ങനെ യഥേഷ്ടം അതിനെ പരിഗണിക്കാതെ അങ്ങനെ പോകുന്നു. ചില ആളുകൾ, പ്രത്യേകിച്ച് പഴയ കാരണവന്മാരൊക്കെ അത് മക്കളോടും പേരമക്കളോടൊക്കെ വേണ്ട, അത് പല അപകടങ്ങളും സംഭവിക്കും, ഉലമാക്കളൊക്കെ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ട് ഉസ്താദന്മാർ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഉത്ബോധനം കൊടുക്കാറുണ്ട്. ഈ ഒരു അവസരത്തിൽ പ്രിയപ്പെട്ടവർ, നമ്മൾ നിൽക്കേണ്ടത് എവിടെയാണ്? അതിൽ വല്ല വാസ്തവമുണ്ടോ? അങ്ങനെ രാത്രിയിൽ കണ്ണാടി നോക്കിയാൽ വിരോധമുണ്ടോ എന്ന് നമുക്ക് ഉലമാഇൻ്റെ ചർച്ച പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ ഉലമാക്കൾ ചില ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉദ്ധരണികൾ ഈ വിഷയത്തിൽ മഹാന്മാർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ ഹദീസ് എന്ന് നമുക്ക് നോക്കാം പ്രിയപ്പെട്ടവരെ. അവിടെ നിന്ന് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ലാ തൻദുറൂ ഫിൽ മിർആത്തി ഫിൽ ലൈൽ, രാത്രിയിൽ നിങ്ങൾ കണ്ണാടി നോക്കുക എന്ന് പറയുന്ന ആ ഒരു പ്രവർത്തനം അത് നിങ്ങൾ ദായിമാക്കുക. പതിവായി രാത്രി കണ്ണാടി നോക്കുക, അങ്ങനെ ഒരു ശൈലി നിങ്ങൾ ചെയ്യാൻ പാടില്ല, അത് ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അതിൻ്റെ സിറുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സീക്രട്ട് അല്ലേ, അള്ളാഹു അതിൻ്റെ രഹസ്യങ്ങൾ കൈമാറുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതിൻ്റെ ഹിക്മത്ത് എന്താണ്? അതുകൊണ്ട് വല്ല പ്രശ്നങ്ങൾ ഉണ്ടാകുമോ? ഹദീസിൽ പറഞ്ഞതുണ്ട്, പറയാത്തതുണ്ടാകാം. അപ്പോൾ എന്താ പറഞ്ഞത് അത് നമ്മൾ ക്യാച്ച് ചെയ്താൽ മതി. ലാ തൻദുറൂ ഫിൽ മിർആത്തി ഫിൽ ലൈൽ, രാത്രിയിൽ നിങ്ങൾ കണ്ണാടി നോക്കുക എന്ന് പറയുന്ന പരിപാടി ചെയ്യരുത്, വേണ്ട. അത് എന്തുകൊണ്ട്? ഫഇന്നഹു യുസാബു മിൻഹുൽ ഹവലു ഫിൽ ഐൻ, അത് തീർച്ചയായും നിങ്ങളുടെ കണ്ണിന് കോങ്കണ്ണുണ്ടാക്കും. കോങ്കണ്ണ് രോഗമുണ്ടാക്കുന്ന, കോങ്കണ്ണുണ്ടാകുന്നൊരു വിഷയം അത് കണ്ണാടി നോക്കൽ രാത്രി ആക്കുന്ന ആളുകൾക്കുണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അത് കാരണം അങ്ങനെ വരും. അതുകൊണ്ട് ലാ തൻദുറൂ ഫിൽ മിർആത്തി ഫിൽ ലൈൽ, രാത്രിയിൽ അത് വേണ്ട എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് നമ്മൾ അങ്ങനെ അത് മാറ്റിവെക്കുകയാണ്, അതിൽ നിന്ന് മാറി നിൽക്കുകയാണ്. മഹാനായ സലാഹുദ്ദീൻ തങ്ങളുടെ അവിടുത്തെ മനോഹരമായ കാവ്യാവിഷ്കാരത്തിലൂടെ ഈ വിഷയം തന്നെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. രാത്രിയിൽ കണ്ണാടി നോക്കൽ ഒഴിവാക്കലാണ് നല്ലത്. അതിൻ്റെ പ്രശ്നമായി പറയുന്നത് മുഖത്തിന് കോട്ടരോഗം, അതായത് നമ്മൾ നല്ല സ്റ്റഡി ആയിട്ട് നിന്നിട്ട് നോക്കിയാൽ നമ്മളുടെ ഒരു ഭാഗം, ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മുഖം ഇങ്ങനെ ഒരല്പം ചെരിഞ്ഞു കൂടി നിൽക്കുന്നതായി തോന്നാൻ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകാൻ, ആ രോഗമുണ്ടാകാൻ രാത്രി കണ്ണാടി നോക്കൽ കാരണമാകും എന്ന് സലാഹുദ്ദീൻ തങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ഹദീസിൻ്റെ ശകലങ്ങൾ കാണുന്നുണ്ട്, അത് നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ. എന്നിട്ട് സലാഹുദ്ദീൻ തങ്ങൾ പറയുന്ന വേറൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് അണ്ടർലൈൻ ചെയ്യേണ്ട പോയിന്റാണ്. ഞാൻ സ്ഥിരമായിട്ട് നോക്കുന്ന ആളാണ്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾ നോക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് വരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ ആ വിഷയത്തിൽ തർക്കങ്ങളൊക്കെ ഉന്നയിച്ചു വരും. അവരുടെ അത്തരം ജാഹിലീങ്ങളായ അല്ലെങ്കിൽ കൃത്യമായി കാര്യങ്ങളറിയാത്ത ആളുകളുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ വഞ്ചിതരാകരുത്, നിങ്ങളതിൽ പെട്ടുപോകരുത് എന്ന് പ്രിയപ്പെട്ടവരെ സലാഹുദ്ദീൻ തങ്ങൾ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, കൂടുതൽ എല്ലാവരും വേണമെന്നാണ്. അതായത് നമ്മളെപ്പോഴും ഭംഗിയാകണം, വൃത്തിയാകണം, കൂടുതൽ ഭംഗിയാകാൻ വേണ്ടി ശ്രമിക്കണം. അത് ഓരോന്നിനും ഇസ്ലാം ഓരോരുത്തരുടെ ഭംഗിയുടെയും അവരുടെ അണിഞ്ഞൊരുങ്ങലിൻ്റെയും അനുവദനീയമായ സ്ഥലങ്ങൾ പറയുന്നുണ്ട്. ഭാര്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒഞ്ചത്തിയായി അവൾ നിൽക്കേണ്ടത്, അവൾ അണിഞ്ഞൊരുങ്ങേണ്ടത്, അവൾ കണ്ണൊക്കെ എഴുതി ഭംഗിയാകേണ്ടത്, അവൾ നല്ല മുല്ലപ്പൊക്കെ ചൂടി നല്ല സുഗന്ധപൂരിതമായി പെർഫ്യൂമൊക്കെ ഉപയോഗിച്ചിട്ട് വണ്ടർഫുള്ളായി നിൽക്കേണ്ടത് എവിടെയാണ്? അവളുടെ ഭർത്താവിൻ്റെ മുന്നിലാണ്.
ഭർത്താവിൻ്റെ മുന്നിലേക്ക് പോകുമ്പോഴാണ്. ഏറ്റവും മനോഹരമായിരിക്കണം, കണ്ടാൽ ആനന്ദം തോന്നണം ഭർത്താവിന്. അത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം സ്വാലിഹായ അമലാണെന്നാണ് ദീൻ പറയുന്നത്. ചുമ്മാ നിസ്കരിക്കലും നോമ്പൂടിക്കലും ഖുർആൻ ഓതലും ദിക്റിലും മാത്രമല്ല, ഭർത്താവിൻ്റെ മുന്നിൽ ഏറ്റവും മൊഞ്ചത്തിയായി നിന്നിട്ട് ഏറ്റവും സൗന്ദര്യം ഭർത്താവിൻ്റെ കണ്ണിന് മൊഞ്ച് തോന്നുന്ന എന്തൊക്കെ ഇടാൻ പറ്റുമോ അതൊക്കെ ഇട്ടിട്ട് വേണം ഭർത്താവിൻ്റെ മുന്നിൽ. ഇത് നേരെ ഓപ്പോസിറ്റാണ്. ഭർത്താവിൻ്റെ മുന്നിൽ വളരെ മോശമായിരിക്കും. കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ രണ്ടാമത് നോക്കാൻ തോന്നില്ല. ആ കോലത്തിൽ വീട്ടിലുണ്ടാവുക, പക്ഷെ പുറത്തു പോകുമ്പോഴോ. അതുകൊണ്ടാണ് ഒരു ഭർത്താവ് പണ്ട് പറഞ്ഞത്രേ, എൻ്റെ പെണ്ണിനെ മൊഞ്ചത്തിയായി കാണണമെങ്കിൽ കല്യാണ വിവാഹ ഓഡിറ്റോറിയങ്ങളിൽ പോകണം. എന്നിട്ട് ഇപ്പോൾ പുരുഷന്മാരുടെ സെക്ഷനിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഏന്തി വലിഞ്ഞു നോക്കാം അങ്ങോട്ട്. അപ്പോൾ അടുത്തിരിക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് എന്താണ് സംഭവം, വായിൽ നോക്കുകയാണെന്നാണ്, അന്യ പെണ്ണുങ്ങളെ നോക്കുകയാണെന്നാണ്. അല്ല, ഞാൻ എൻ്റെ സ്വന്തം ഭാര്യയെ നോക്കുകയാണ്. കാരണം അവളെ മൊഞ്ചത്തിയായിട്ട് കാണണമെങ്കിൽ അവിടെയൊക്കെ പോകണം. ആ ഒരവസ്ഥ വരരുത്, ഉണ്ടാക്കരുത് ഉമ്മമാർ. വേറൊരു ഭാഗത്തേക്ക് നമ്മുടെ ഭർത്താവിൻ്റെ കണ്ണിന് ഒരു ചാബല്യം ഉണ്ടാകരുത്. നമ്മളിൽ തന്നെ കേന്ദ്രീകരിക്കണം. അതിന് നമുക്ക് വലിയൊരു പങ്കുണ്ടെന്ന് ചുരുക്കം. അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നമ്മൾ ഏറ്റവും കൂടുതൽ ഒരുങ്ങേണ്ടത് വെള്ളം നിറച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് നോക്കിയാൽ കണ്ണാടിയൂല കാണാലോ, അവിടെ നോക്കിയിട്ട് ഇങ്ങനെ മുടി ചീകുന്നു പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി റളിയല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, വെള്ളപ്പാത്രത്തിൽ നോക്കിയിട്ട് മുടി എന്നാക്കാണോ നബിയൻ? ഞാൻ എൻ്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് പോകുമ്പോൾ ഒന്ന് മൊഞ്ചാകണ്ടേന്ന്, ഒന്ന് ഭംഗിയാകണ്ടേന്ന്, ഒന്ന് സെറ്റപ്പാകണ്ടേന്ന് എൻ്റെ കൂടെ സ്വഹാബികളുടെ അടുത്തേക്ക് പോകുമ്പോഴേ. കാരണം വൃത്തിയും ഭംഗിയും പഠിപ്പിക്കാണല്ലോ, മുഅല്ലിമുൽ ബശറാണല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അതൊക്കെ ഭംഗിയാക്കണം, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. പക്ഷേ ഈ ഭംഗിയാകലെ രാത്രിയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന മുടി ചീകുന്നതിന് കുഴപ്പമില്ല. രാത്രി മുടി ചീകാൻ പറ്റുമോ? ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല. പക്ഷേ മുടി ചീകാൻ പാടില്ല എന്ന് ചില കാരണവന്മാർ സാധാരണ പറയാറുള്ളത്, മുടി ചീകുമ്പോൾ കണ്ണാടി നോക്കേണ്ടി വന്നാലോ എന്ന് കരുതിയിട്ടാണ്. മുടി ചീകുന്നതുകൊണ്ട് കുഴപ്പമില്ല. കണ്ണാടി നോട്ടം ഇത്തരം സൈഡ് എഫക്റ്റുകൾ ഉണ്ടാക്കുന്ന കാര്യമാണ്, മാറ്റി വെക്കേണ്ടതാണ് എന്ന് മുഅ്മിനീങ്ങളോട്, മുസ്ലിമീങ്ങളോട്, ഈമാനുള്ളവരോടുള്ള ഒരു ഉപദേശത്തിൽ മാത്രം അവർ മാത്രം ക്യാച്ച് ചെയ്താൽ മതി. എല്ലാവരും കൂടെ ഇതെടുത്ത് തലയിൽ വെക്കണോ? വേണ്ട, മുഅ്മിനീങ്ങൾ മാത്രം മതി. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കുക. അപ്പോൾ രാത്രിയിൽ കണ്ണാടി നോക്കാൻ പറ്റുമോ? അതിനുള്ള ഉത്തരം കിട്ടി. നോക്കിയാൽ പ്രശ്നമുണ്ടോ? ഉത്തരം കിട്ടി. ഇനി രാത്രി മുടി ചീകാൻ പറ്റുമോ? ഉത്തരം കിട്ടി. ഒരു കുഴപ്പമില്ല എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി പ്രിയപ്പെട്ടവരെ, അതുമായി ബന്ധപ്പെട്ട ചേർന്ന് വരുന്ന മറ്റൊരു മസ്അല പലരും ചോദിച്ചു, ഉസ്താദേ, ഈ ധരിച്ചിരിക്കുന്ന, നമ്മൾ ഇട്ടിരിക്കുന്ന വസ്ത്രം, ഇപ്പോൾ നമ്മൾ തലയിട്ടിരിക്കുന്ന ഷ്വാളാകാം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിങ്ങനെ ഇട്ടിരിക്കുന്ന ഒല്ലിയാകാം, പിന്നെ വസ്ത്രമാകാം, അല്ലെങ്കിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ഷർട്ടാകാം, അല്ലെങ്കിൽ ഉടുത്തിരിക്കുന്ന മുണ്ടാകാം. ആ വസ്ത്രം കൊണ്ട് തന്നെ മുഖം തുടയ്ക്കുക എന്ന് പറയുന്നത് പാടില്ല. അത് പ്രശ്നമുണ്ട് എന്നുള്ള ചില ക്ലാസ്സുകൾ, ചില വിവരങ്ങൾ നിങ്ങൾക്ക് കിട്ടി. അതിൽ വാസ്തവമുണ്ടോ? തീർച്ചയായിട്ടും വാസ്തവമുണ്ട്. ഉള്ളതാണെന്നും ഇല്ലാത്തതാണെന്നും പറയാൻ നമ്മളൊരു പിന്നെ മനസ്സ് കാണിക്കണമല്ലോ. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഇവിടെ എന്താ? ഇവിടെ തീർച്ചയായിട്ടും സന്തോഷത്തോടുകൂടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന മാറ്ററുകൾ തന്നെയാണ് മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നത്. ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് ഒരാൾ മുഖം തുടച്ചാൽ തീർച്ചയായും അവർക്ക് ദാരിദ്ര്യം, ഇല്ലായ്മ, ഷോർട്ടേജ് സാമ്പത്തികമായിട്ടും മറ്റൊക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് ഉലമാക്കൾ പറയുന്നുണ്ട്. മഹാന്മാരായ ഉലമാക്കൾ, ഗഡ്സുല ആലിമീങ്ങൾ പറഞ്ഞു, നമ്മളത് സ്വീകരിക്കുന്ന അത്രയേ ഉള്ളൂ. നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കണ്ടോ? ഇല്ല. ഇനി ഒരാൾക്ക് അത് സ്വീകരിക്കാൻ മനസ്സില്ല, ഹല്ലി വല്ലി, അവിടെ ഇപ്പം എന്താ ചെയ്യുക? വേറെ വർത്താനില്ല. ഏതായിരുന്നാലും ഇത് മഹാന്മാരായ ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ട് മുഖം തുടയ്ക്കുക, അത് ദാരിദ്ര്യത്തിലേക്ക്, ഇല്ലായ്മയിലേക്ക്, ഒരു ഫഖർ, ഒരു ബറക്കത്ത് കേടിലേക്ക് പോകും. അത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വുളൂ എടുത്തതിന് ശേഷം മുഖമായാലും കൈകാലുകളായാലും തുടച്ചുകളയെന്ന് പറയുന്നത് കറാഹത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുളിച്ചാലോ വുളൂ എടുത്താലോ തോർത്തി കളയൂല എന്നാണ്. കാരണം വുളൂയിൻ്റെ വെള്ളം യഥാർത്ഥത്തിൽ ശിഫായിൻ്റെ വെള്ളമാണ്. കുളിയുടെ വെള്ളം ശിഫായിൻ്റെ വെള്ളമാണ്. എനർജി ഉണ്ടാക്കുന്ന, ആരോഗ്യം ഉണ്ടാക്കുന്ന വെള്ളമാണ്. അതുകൊണ്ടാണ് വുളൂ എടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കി ഒരല്പ വെള്ളം എടുത്തിട്ട് കുടിക്കണം എന്ന് പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ സുന്നത്തും കൂടെയാണ്. വലിയ കൂലി കിട്ടുന്ന കാര്യമാണ്. അപ്പോൾ ഏതായിരുന്നാലും ശിഫായിൻ്റെ അതങ്ങനെ തുടച്ചു കളയേണ്ടതല്ല, അത് അങ്ങനെ തന്നെ ശരീരത്തിലേക്ക് ചേരേണ്ടതാണ് വുളൂയിൻ്റെ വെള്ളം. പിന്നെ എന്തെങ്കിലും അസുഖം, അലർജി ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം. ഇതൊന്നുമില്ല, ആഫിയത്ത് കുഴപ്പമൊന്നുമില്ലെങ്കിൽ മാക്സിമം തുടച്ചു കളയാതിരിക്കണം. അതാണ് സുന്നത്ത്. തുടച്ചുകളി കറാഹത്താണ്. അത് വുളൂവിന് ശേഷം. അല്ലാതെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഏത് ഭാഗം ഭക്ഷണം കഴിച്ചിട്ടോ മറ്റൊക്കെ ചില ആളുകൾ ഇങ്ങനെ വളഞ്ഞു നിന്നിട്ട് തുണിയുടെ, ഉടുത്തിരിക്കുന്ന ഡബിൾ മുണ്ടിൻ്റെ അല്ലെങ്കിൽ അവരുടെ നൈറ്റിയുടെ അല്ലെങ്കിൽ ഇട്ടിരിക്കുന്ന ഷോളിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഭാഗത്ത് മുഖം തുടയ്ക്കുക, കൈയൊക്കെ ഇങ്ങനെ തുടച്ച് കളയുക. പ്രത്യേകിച്ച് അടുക്കളയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം
മുഖം തുടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കരുത്. അതിന് പ്രത്യേകം നമ്മൾ കരുതണം. ഉദൂഹത്തിന് ശേഷം തുടയ്ക്കാൻ വേണ്ടി പ്രത്യേകം കർച്ചീഫ് കരുതണം ഞാൻ പറയില്ല, അത് കറാഹത്തല്ലേ. പിന്നെ രോഗമുള്ളവർ, അലർജിയുള്ളവർ, നീർക്കെട്ട് പ്രയാസം ഉള്ള ഘട്ടങ്ങളിൽ നമുക്ക് തുടച്ചു കളയാം. അപ്പോൾ ഏതായിരുന്നാലും ധരിച്ച വസ്ത്രം കൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിൽ പ്രശ്നങ്ങളുണ്ട്. പിന്നെ മറ്റൊരു കാര്യമാണ്, ഏതെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി, ജോലിക്ക് വേണ്ടി, ഓഫീസിലേക്ക് വേണ്ടി, പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പർച്ചേസിന് വേണ്ടി പുറത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങുക, യാത്ര തിരിക്കുക. അപ്പോഴാണ് പൂച്ച കുറുകെ ചാടിപ്പോകുന്നത്, പൂച്ച വട്ടം ചാടുന്നത്. പടച്ചോനെ, ഇന്ന് കാര്യമാകെ അവതാളത്തിലായി, സംഗതി ഇന്ന് പോക്കാൻ തോന്നുന്നു. അതൊക്കെ കുറേയൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ അന്ധവിശ്വാസമാണ്. അതൊരിക്കലും ഇസ്ലാമുമായി യാതൊരു കണക്ഷനുള്ള വിഷയമല്ല. അതൊരിക്കലും സ്വീകരിക്കാൻ പാടില്ല. മിനിമം എന്ത് മനസ്സിലാക്കാമെന്നറിയോ, നമ്മളൊരു വഴിക്ക് പോകുന്നുണ്ട്, അപ്പോൾ ഒരു പൂച്ച ഇങ്ങനെ വളരെ സ്പീഡിൽ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് നമ്മളെക്കാൾ എന്തോ ആവശ്യം പൂച്ചക്കുണ്ട്, എന്തോ ആകാം, അതിനു വേണ്ടി പോകുകയാണ്. ഒരു കുഴപ്പമില്ല, നമ്മുടെ ഇവിടെ പണിക്ക് പോകാം, ഒരു വിരോധമില്ല, അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ ചില മതങ്ങളിലോ ചില സമ്പ്രദായങ്ങളിലോ ഒക്കെ അങ്ങനെ ആണെന്നുണ്ട്, ഒരു വഴിക്ക് വേണ്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പിറകീന്ന് വിളിക്കുക. പിറകീന്ന് വിളിച്ചു, ആകെ നശിച്ചു, ആകെ പറക്കത്തേടായി, എന്ത് പണിയാണ് കാണിച്ചതെന്നൊക്കെ ചൂടാവും. അങ്ങനെ സാധാരണ പറയാറുണ്ട്. ഒരു കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് പുറകേന്ന് വിളിച്ചത്? നമ്മൾ മുന്നിലായതുകൊണ്ട്. നമ്മൾ പിന്നിലാണെങ്കിൽ മുന്നിൽ നിന്നിട്ട് വിളിക്കും, ഒരു കുഴപ്പമില്ല, അതൊന്നും വിരോധമില്ല. അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി, മുറ്റത്തേക്ക് ഇറങ്ങി ഇങ്ങനെ പോകുമ്പോഴാണ് ആ മുറ്റത്തിൻ്റെ ഒരു മൂലയിൽ പാവപ്പെട്ട നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ ഉമ്മ ഇങ്ങനെ അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ പോവാണെന്ന് ചോദിച്ച് സലാം ചൊല്ലി സലാം അടക്കി ഇങ്ങനെ നിൽക്കും ചൂലൊക്കെയായിട്ട്. ഒരു വഴിക്കിറങ്ങുമ്പോഴാണോ ചൂലായിട്ട് നിൽക്കുന്നത്, ആകെ ചൂലായി പോകുന്നത് പോക്ക്. അത് അന്ധവിശ്വാസമാണ്, ഒരു ചുക്കുമല്ല അത്. ആ പോക്കിൽ ഉഷാറ് കൂടുമെങ്കിലുള്ളൂ, കൂടും. എന്തുകൊണ്ട്? ഇതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് യഖീനോടെ ഇറങ്ങിയാൽ ഒന്നുകൂടെ കാര്യങ്ങൾ സലാമത്താവും. അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. എന്നാൽ മഹാന്മാരായ ഉലമാക്കൾ ഡിസ്കസ് ചെയ്തൊരു മേഖലയുണ്ട്. ഈ ചൂലുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നതാണ്. രാത്രിയിൽ വീടടിച്ചു വരിക, വീടിൻ്റെ പുറമോ സിറ്റൗട്ടോ ഉള്ളോ ഹാളോ വീട് രാത്രിയിൽ അടിച്ചു മാറുന്ന ഒരു ശൈലി ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് അറിയാത്തത് കൊണ്ടുണ്ടെങ്കിൽ ഇന്ന് മാറ്റണം. കാരണം ആ കുടുംബത്തിൽ എന്ത് കച്ചവടം ചെയ്താലും ദാരിദ്ര്യമുണ്ടാകും, ഇല്ലായ്മയുണ്ടാകും, ഇന്നല്ലെങ്കിൽ നാളെ പ്രശ്നം വരും. അതുകൊണ്ട് ഒരു കാരണവശാലും നമ്മൾ ചെയ്യാൻ പാടില്ല. വൈകിട്ട് പിന്നെ നമ്മൾ അത്യാവശ്യം കുട്ടികളൊക്കെ അലമ്പാക്കിയിടുമ്പോൾ ആ കടലാസും പേപ്പറൊക്കെ ഒന്ന് പെറുക്കി കളയുമല്ലോ, പെറുക്കി മാറ്റുക. അത് ചെയ്താൽ പോലും അടിച്ചു വാരുന്നത് അതിങ്ങനെ പതിവാക്കുക ആ ഒരു ശൈലി പ്രശ്നമാണ്. പിന്നെ അത്യാവശ്യ ഒരു ഘട്ടത്തിൽ നമുക്ക് വളരെ അർജൻറ്റായിട്ട് ചൂലെടുക്കേണ്ടി വന്നു, അർജൻറ്റാണ്, അല്ലെങ്കിൽ നമുക്ക് അത് മാറ്റിവെക്കാൻ പറ്റില്ല, ആ ഒരു സാഹചര്യം. ഇതങ്ങനെയല്ല. എല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഒന്ന് നടിച്ചു തൂത്തുവാരുന്ന ഒരു സമ്പ്രദായം പ്രിയപ്പെട്ടവരെ നമുക്ക് നല്ലതല്ല, അത് മാറ്റിവെക്കണം എന്ന് ഉലമ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിശ്വാസങ്ങളൊക്കെ വിശ്വാസങ്ങളാണ്, അന്ധവിശ്വാസങ്ങളെന്നും അന്ധവിശ്വാസങ്ങളാണ്. അപ്പോൾ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ തിരുത്തപ്പെടേണ്ട ധാരണകളുണ്ട്, മനസ്സിലാക്കേണ്ടതുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം ഹക്കായി മനസ്സിലാക്കാനും ബാത്തിലായി മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതിനൊരുപാട് ഉപകാരം നമ്മുടെ ഈ ക്ലാസ് കൊണ്ട് അള്ളാഹു ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله